Good afternoon. എത്ര പേരായിട്ടുണ്ടോ? 9 പേരായിട്ടുള്ളൂ. ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണോ എല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കുന്നേ? ആണ്. ഓക്കെ. ഈ സർഫ്രാസ അഫ്സൽ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടി എന്റെ പേരെന്താണ്? ഞാൻ വേറൊന്നും ഇല്ലാണ്ട് ചോദിച്ചത്. ഞാനിവിടെ ജസ്റ്റ് വന്നിരിക്കുമ്പോ ഒരു കുഞ്ഞാവയുടെ സൗണ്ട് കേൾക്കണ്ടായിരുന്നു, അതായത് ഞാൻ ചോദിച്ചതാണ്. സെയിം ആണ് നെയിം? അതന്നെ. ഓക്കെ, സെയിം പേരാണ്. ആരാണത്? മോനാണോ? മോളാണ്. മോളാണെന്ന്. ഒരു കുഞ്ഞാവയുടെ സൗണ്ട് അവിടെ കേൾക്കണ്ടായിരുന്നേ, അപ്പൊ എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണേ. ഓക്കെ, അപ്പോ അത് സാരമില്ല. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണല്ലേ ഉള്ളൂ, അത് പ്രശ്നമില്ല. ചിലപ്പോ ക്ലാസ്സിൽ കയറുമ്പോ നിങ്ങളുടെ ഡിസ്കഷനോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സുമായിട്ട് മെസ്സേജ് അയക്കണതോ സംസാരിക്കുന്നതോ ഒക്കെ കേൾക്കാൻ ഞങ്ങൾ ഓൾറെഡി ഒരു 5 മിനിറ്റ് മുന്നേ ഇവിടെ ഉണ്ടാകും. 25-ാമത്തെ ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടാകും. പിന്നെ നിങ്ങൾ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും ഒരുവിധം ഒക്കെ കയറാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എന്താ അത് ബുദ്ധിമുട്ടാവുമല്ലോ. മോളും കൂടെ ഉണ്ടാകും ഒന്നിച്ചെന്ന്. അപ്പൊ കുട്ടിയും ഉണ്ടാകും. കൊച്ചിന്റെ ഒപ്പം ഇരുന്നാണ് അമ്മ ക്ലാസ് കേൾക്കണേന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, യെസ്. കൊച്ചിനിപ്പൊ അത് ശീലമായി അല്ലേ, അമ്മയുടെ കൂടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നത്? പ്രശ്നമൊന്നുമില്ല, നല്ല കുട്ടിയായിട്ട് ഇരുന്നോളുന്ന്. ഓക്കെ, അതെ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ചാർജ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഡിസ്ചാർജ് പ്രൊസീജിയർ? പലതരത്തിലുള്ള ഡിസ്ചാർജ് പ്രൊസീജിയർ. റുട്ടീൻ ഡിസ്ചാർജ്, അടുത്ത AMA ഡിസ്ചാർജ്, എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, മറ്റു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള ബെറ്റർ ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ അടുത്ത കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മുടെ പ്രസന്റ് ഹോസ്പിറ്റലിൽ ഇല്ല, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് നെക്സ്റ്റ് വേറൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള ട്രാൻസ്ഫർ. പിന്നെ നാലാമത്തെയാണ് ഡിസ്ചാർജ് ടു ഹോസ്പിസ് ഓഫ് പാലിയേറ്റീവ് കെയർ. നാലാമത്തെ പറഞ്ഞ് ഹോസ്പിസ് അതെ പാലിയേറ്റീവ് കെയറിലേക്കുള്ള ഡിസ്ചാർജ്. അതിപ്പോ മാരക അസുഖങ്ങളൊക്കെ മൂലം ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തിയവർക്ക് അവരെ ഡിസ്ചാർജ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഹോസ്പിസ് സെന്ററിലേക്കോ പാലിയേറ്റീവ് കെയറിലേക്കൊക്കെ മാറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഡിസ്ചാർജ്. അപ്പൊ അങ്ങനെ 4 ടൈപ്പ് ഡിസ്ചാർജ് ആണ് നമ്മൾ പറഞ്ഞത്. അതെല്ലാവർക്കും ഓക്കെ ആണ് അല്ലെ? പിന്നെ നമ്മൾ ഈ ഡിസ്ചാർജിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെ? അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ആ പോയിന്റ്സും 6 കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാത്തായിരുന്നു അല്ലെ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. എന്തൊക്കെയാണ് ഒരു പോളിസി പ്രൊസീജിയർ? ഡിസ്ചാർജിന്റെ പോളിസികള്, പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു പോയിന്റ് ആണ് പർപ്പസ്. എന്താണ് ഒരു പർപ്പസ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞതിന്റെ പർപ്പസ് എന്താ? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യൻസ് ഫ്രം ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ നിന്നും അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവരെയാണല്ലോ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു.
to provide guidelines for discharge of inpatients from hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് ഈ പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ് എന്നുള്ളതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ആ പോളിസികൾ എന്തൊക്കെയാണ്, ഡിസ്ചാർജ് പ്രൊസീജിയർ, ആ പോളിസി എങ്ങനെയൊക്കെ ആയിരിക്കണം, അതാണ് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേക്കുന്നത്. 50 പോയിന്റ്സ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. 1-2 കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യാം. എന്തൊക്കെയാണ് പോളിസി എന്ന് പറഞ്ഞേക്കുന്നത്? പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഒന്നാമത് നോക്കിയ ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ ഡിസ്ചാർജ്ഡ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. ഫലപ്രദവും കാര്യക്ഷമമായിട്ട് ഡിസ്ചാർജ് ചെയ്തു. allowing the most favorable resources. അപ്പൊ എങ്ങനെയായിരിക്കണം ഡിസ്ചാർജ് പ്രൊസീജിയർ, എന്ത് ഫോളോ ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? ആ പേഷ്യൻസിനെ നല്ല രീതിയിൽ അല്ലെ ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അങ്ങനെ ആ ഡിസ്ചാർജ് പോളിസി കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യണം. തോന്നിയ രീതിയിലാകാൻ പാടില്ല. കൃത്യമായിട്ടുള്ള ആ പേഷ്യൻസിന് ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ എന്ത് ചെയ്യണം? ഡിസ്ചാർജ് പ്രൊസീജിയർ കൃത്യമായിട്ട് തന്നെ പാലിക്കുക. ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ്. അപ്പൊ എങ്ങനെയുള്ള ഡിസ്ചാർജ് പ്രൊസീജിയർ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്? പേഷ്യൻസിന് ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഏറ്റവും സാധ്യമായിട്ടുള്ള റിസോഴ്സുകൾ അനുവദിച്ചുകൊണ്ട്, allowing the most favorable resources, ഏറ്റവും സാധ്യമായിട്ടുള്ള ഹോസ്പിറ്റലിലെ റിസോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് പേഷ്യൻസിനെ നല്ല രീതിയിൽ അതെങ്ങനെ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൃത്യമായിട്ടുള്ള ആ ഡിസ്ചാർജ് പ്രൊസീജിയർ ഫോളോ ചെയ്യുക. രണ്ടാമത്തെ നോക്കിയേ, ആൻഡ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഷാൽ ഓൺലി ബി മെയ്ഡ് ബൈ ആൻ ഓർഡർ ഫ്രം ദ പ്രൈമറി കൺസൾട്ടന്റ്. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസിൽ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ, രണ്ടാമത്തെ പോയിന്റിന്റെ ഫസ്റ്റ് സെന്റൻസ്. അപ്പൊ എങ്ങനെയായിരിക്കണം ഈ ഡിസ്ചാർജ് നടക്കുന്നത്? എങ്ങനെ വേണം? ഒരു പ്രൈമറി കൺസൾട്ടന്റിന്റെ ഉത്തരവോടുകൂടി, അവരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് അനുവദിക്കുള്ളൂ. അപ്പൊ അത് നമ്മളെ റുട്ടീൻ ഡിസ്ചാർജ്, അതായത് ഡോക്ടർ പറയും അല്ലെ, ഓക്കെ ആണ്, നമുക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യാം. ആ ഡോക്ടറിന്റെ ആ നിർദ്ദേശം, ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് എങ്ങനെയായിരിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് അനുവദിക്കുള്ളൂ. ഹൗവർ, എന്നിരുന്നാലും എങ്ങനെയാ? എ പേഷ്യന്റ് മേ ഡിസ്ചാർജ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് എഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ചാർജ് എന്താ പറയാ, ഇപ്പൊ നമ്മളായിട്ട് ആവശ്യപ്പെടുകയാണ്, ഇപ്പൊ നമുക്ക് ഒന്നിലെ ഡോക്ടർ റെഫർ ചെയ്യാം, അത് നമ്മൾ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ പേഷ്യന്റ് സ്വന്തം ഇതിൽ പറയാണ് ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഡിസ്ചാർജ് തന്നെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന് അത് നിയമമുണ്ട്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്നുള്ളത്, അല്ലാതെ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമില്ല. അത് കറക്റ്റ് ഒരു പ്രൊസീജിയർ അല്ല, പോളിസി അല്ല അവിടെ. എന്നിരുന്നാലും ശരിക്കും ഡോക്ടറിന്റെ ആ പ്രൈമറി കൺസൾട്ടന്റിന്റെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഹോസ്പിറ്റലില് ഡിസ്ചാർജ് അനുവദിക്കുള്ളൂ. എങ്കിലും എന്താണ്, നമ്മുടെ പേഷ്യൻസ് ഈ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ പകുതി വെച്ചിട്ട് നമുക്കിത് പറ്റില്ല, വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണം, ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണമെന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ പല കാരണങ്ങളും, വീട്ടിൽ ആരും ഇല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് മേടിച്ച് പോരാറുണ്ട്. നമ്മൾ പറയാണ് കുട്ടികൾ മാത്രമേ ഉള്ളൂ, വീട്ടിൽ വേറെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് തന്നെ എന്ന് പറയുമ്പോ അതും തന്നെ. അപ്പൊ അങ്ങനെ എന്നിരുന്നാലും അവര് മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് ആ പേഷ്യൻസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഡിസ്ചാർജ് തരണം. അങ്ങനെ ഉള്ള ഒരു അവകാശവും ഉണ്ട് എന്നാ പറയുന്നത് കേട്ടോ. പേഷ്യന്റിന് അങ്ങനെയുള്ള അവകാശമുണ്ട്, മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട്. അത് എന്താണ് കറക്റ്റ് ആ ഒരു ഇത് പോളിസി തന്നെയാണ് അത്.
അല്ലാതെ എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞാൽ മാത്രം ഡിസ്ചാർജ് എന്നല്ല, അത് റൂട്ടീൻ ഡിസ്ചാർജിൽ വരുന്നതാണ്. എന്നാലും നമുക്ക് ആവശ്യപ്പെട്ട് ഡിസ്ചാർജ് ചെയ്ത് പോരാം, അതിന് പ്രശ്നമില്ല. അതിനകത്ത് രണ്ടാമത്തെ പോയിന്റില് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The consultant or his designee എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് തീരുമാനിക്കുന്ന ആളാണ് കേട്ടോ. കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഹിസ് ഡെസിഗ്നി എന്ന് വെച്ചാൽ ഡിസ്ചാർജ് തീരുമാനിക്കുന്ന ആള്. ഷാൻ document discharge instruction in the patient's medical record at the time of anticipated ഡിസ്ചാർജ്. അതായത് ഈ നമ്മളെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ കൺസൾട്ടന്റോ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആര് ഹിസ് ഡെസിഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് തീരുമാനിക്കുന്ന ആള് ഡോക്ടർ തന്നെ അല്ലെ. ആ ഡിസ്ചാർജ് തീരുമാനിക്കുന്ന ആള് അല്ലെങ്കിൽ കൺസൾട്ടന്റ്, അദ്ദേഹം കൺസൾട്ടന്റോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളോ ആ ഡിസ്ചാർജ് നിർദ്ദേശങ്ങള് എന്ത് ചെയ്യണം, പേഷ്യൻസിനെ കൃത്യമായിട്ട് പറഞ്ഞ് അത് മെഡിക്കൽ റെക്കോർഡില് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. The patient's medical record at the time of anticipated discharge. ഡിസ്ചാർജ് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഈ ഡിസ്ചാർജിന്റെ എല്ലാ നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം, മെഡിക്കൽ റെക്കോർഡില് സൂക്ഷിക്കണം. കൃത്യമായിട്ട് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡില് കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഈ ഡിസ്ചാർജ് സമ്മറി അടുത്ത നാലാമത്തെ പോയിന്റ് ആട്ടോ. A discharge summary shall be prepared and all the patients are provided with the discharge summary at the time of discharge. ഇനി എന്ത് ചെയ്യണം, ഒരു ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യണം. ഡിസ്ചാർജ് സമ്മറി എന്താ, നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് സമ്മറി തരാറില്ലേ അല്ലേ? എന്തായിരുന്നു അസുഖം, എന്തൊക്കെ മരുന്നുകളാണ് കഴിച്ചത്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഫൈനൽ റിപ്പോർട്ട് ശരിയാണ്. അപ്പൊ നമുക്ക് ഇനിയാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ വീട്ടിൽ ചെല്ലുമ്പോഴും ആ സമ്മറി വേണം. അപ്പൊ ഡോക്ടറിന് അറിയാൻ പറ്റും അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. ലാസ്റ്റ് നമ്മള് എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നതാണ് പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും. എന്തൊക്കെ മരുന്നുകളാണ്, എന്തായിരുന്നു അസുഖം, അവിടെ നമ്മൾ എന്തൊക്കെ ഡയഗ്നോസിസ് കാര്യങ്ങൾ ചെയ്തു, ട്രീറ്റ്മെന്റ് എന്താണ് എടുത്തത്, മെഡിസിൻസ് എന്താണ് ഇപ്പൊ കഴിക്കുന്നത്, ഇനി ഫോളോ അപ്പ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അത് ഈ ഒരു ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം, ആ ഡിസ്ചാർജ് സമയത്ത് ആ ഡിസ്ചാർജ് സമ്മറി പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം, കൊടുക്കണം, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. ഡിസ്ചാർജ് സമയത്ത് ആ ഡിസ്ചാർജ് സമ്മറി പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കിയാൽ the ward sister shall be a responsible person to ensure compliances with this policy like billing, duration to finish a discharge process. അപ്പൊ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? വാർഡ് സിസ്റ്റർ. വാർഡ് സിസ്റ്റർ പിന്നെ എന്തിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്? വാർഡ് സിസ്റ്റർ ഷാൽ ബി ദ റെസ്പോൺസിബിൾ പേഴ്സൺ എൻഷുർ കംപ്ലൈൻസസ് പാലിക്കുക വിത്ത് പോളിസി ലൈക്ക് ബില്ലിംഗ് പോളിസികൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഡിസ്ചാർജ് പ്രോസസ്സ് ഫിനിഷ് ചെയ്യാനുള്ള ടൈം, ആ പോളിസി ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് അതിന്റെ ഉത്തരവാദിത്തമുള്ള വ്യക്തി ആരാണ്? ദ വാർഡ് സിസ്റ്റർ. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അഞ്ചാമത്തെ the ward sister shall be the responsible person to ensure compliances with this policy like a billing policy കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയറിന്റെ ഡ്യൂറേഷൻ അല്ലെ, അത് ആ ഡിസ്ചാർജ് പ്രൊസീജിയർ ഫിനിഷ് ചെയ്യാൻ വേണ്ട ഡ്യൂറേഷൻ എത്ര സമയം വേണം, ഇതെല്ലാനും ഉറപ്പുവരുത്തേണ്ട. ആ കൃത്യസമയത്ത് അത് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നുണ്ടോ, ഇതെല്ലാനും ഉറപ്പുവരുത്തേണ്ടത് വാർഡ് സിസ്റ്റർ ആണ്. ആറാമത്തെ പോയിന്റ് നോക്കിയേ, ദ ഡിസ്ചാർജ് സമ്മറി ഷാൽ കണ്ടെയ്ൻ ഓൾ പേഷ്യന്റ് ഡീറ്റെയിൽസ്. ഇനി ഡിസ്ചാർജ് സമ്മറിയിൽ എന്താ ഉണ്ടാവുന്നേ, എന്താ ഉള്ളത്? ഷാൽ കണ്ടെയ്ൻ ഓൾ പേഷ്യൻസ് ഡീറ്റെയിൽസ്. പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാകും. The discharge summary shall contain all patient details. പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാകും.
ഇനി in the case of death, 7th point ആണ് ട്ടോ. In the case of death, the discharge summary must include the causes of death. ഇനി മരണ ഇതൊക്കെയാണെങ്കിൽ the case of death, ആ പേഷ്യന്റ് മരണപ്പെടുകയാണെങ്കിൽ അപ്പോ ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് ഉൾപ്പെടുത്തണം? include the cause of death. മരണത്തിന്റെ കാര്യം, എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, എന്താണ് കോസ്, കാരണം എന്താണ് എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തണം. In the case of death, the discharge summary must include the cause of death. മരണത്തിന്റെ കാര്യം എന്താണെന്നുള്ളത് ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തണം. 7 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു കേട്ടോ. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ബാക്കിയിട്ട് നോക്കാം. ഏഴ് പോയിന്റ്സ് കേട്ടോ. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത പോയിന്റ്സുകൾ നോക്കാം. ഏതെങ്കിലും സംശയമുണ്ടോ? പോളിസിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഡിസ്ചാർജ് പോളിസി ആൻഡ് പ്രൊസീജിയർ, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഡിസ്ചാർജ് പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? ആ ഹോസ്പിറ്റലിലെ സാധ്യമായിട്ടുള്ള റിസോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് പേഷ്യൻസിനെ ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും ഡിസ്ചാർജ്, അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്ചാർജ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതാണ് ഡിസ്ചാർജ് പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഫോളോഡ്. അതെങ്ങനെയായിരിക്കണം? പേഷ്യൻസിന് ഓക്കെയാണ് അല്ലെ? പേഷ്യൻസിന് ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്ക് തന്നെ ആ ഡിസ്ചാർജ് പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അതിനകത്ത് രണ്ടാമത്തെ ആർക്കടെ ഇതോടുകൂടി ആ പ്രൈമറി കൺസൾട്ടന്റിന്റെ ആ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അതാണ് ഒരു ഒരു നോർമൽ പോളിസി എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് പേഷ്യൻസിന്റെ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് പേഷ്യൻസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു പോളിസി കൂടി ഉണ്ട്. അതും കൂടി അതിനകത്ത് വരുന്നതാണ്. പേഷ്യന്റിന് അങ്ങനെയും ഡിസ്ചാർജ് ആവശ്യപ്പെടാം. പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ആള് കൺസൾട്ടന്റ് ഓർ ഹിസ് ഡെസിഗ്നി, ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൺസൾട്ടന്റ്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡില് അദ്ദേഹം സൂക്ഷിക്കണം, എഴുതണം. മെഡിക്കൽ റെക്കോർഡ് കൃത്യമായിട്ട് സൂക്ഷിക്കണം. എന്താ? ഡിസ്ചാർജിന്റെ ഡീറ്റെയിൽസ്, ഡിസ്ചാർജിന്റെ നിർദ്ദേശങ്ങള് ആ മെഡിക്കൽ റെക്കോർഡിൽ കൃത്യമായിട്ട് എഴുതണം. പിന്നെ ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യണം. എല്ലാ പേഷ്യൻസിനും ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യണം. അത് ഡിസ്ചാർജ് സമയത്ത് പേഷ്യൻസിന് അത് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വാർഡ് സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞത്. എന്താണ് വാർഡ് സിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി? എന്താണ്? വാർഡ് സിസ്റ്റർ നമുക്ക് ബില്ലിങ്ങിലെ പോളിസികൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഡിസ്ചാർജ് പ്രോസസ്സ്, അത് ഫിനിഷ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ, അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വാർഡ് സിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ആറാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് ഉൾപ്പെടുന്നു? കണ്ടെയ്ൻ ഓൾ പേഷ്യന്റ് ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏഴാമത്തെ, ഇനി മരണം സംഭവിക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് ഉൾപ്പെടുത്തണം? കോസ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് ഉൾപ്പെടുത്തണം. ക്ലിയർ ആണോ? 7 പോയിന്റ്സും. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, വായിച്ചോ? റീഡ് ചെയ്തോ? യെസ്. ഇനി അടുത്തത് നോക്കിയേ. 8ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കണേ? The nurse
shall be responsible for completing the discharge checklist. Underline ചെയ്ത point. The nurse shall be responsible for completing discharge checklist. Discharge checklist complete ചെയ്യാനുള്ള പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം നേഴ്സിനാണ്. And explaining the discharge summary. അതുപോലെ പേഷ്യൻസിന് ഡിസ്ചാർജ് സമ്മറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? നേഴ്സ് തന്നെയാണ്. To the patient or family, understanding shall be recorded in a document on the discharge checklist by getting signed by the patient or family. എന്നിട്ട് എന്താ പേഷ്യന്റിന് ഫാമിലിക്കും ഒക്കെ ഡിസ്ചാർജ് സമ്മറിയുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും നേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഈ പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിൽ അവരുടെ സൈൻ വാങ്ങുകയും ചെയ്യണം. The document on the discharge checklist by getting signed by the patient or family. പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ സൈനും വേണ്ടിക്കണമെന്ന്. അപ്പൊ എന്താ ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു രോഗം അല്ലെ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അതിനകത്ത് വന്നേക്കുന്നേ. രോഗം എന്താണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ്, എന്തൊക്കെയാണ് ഡയഗ്നോസിസ്, ഇപ്പൊ മെഡിസിൻസ് കൊടുത്തിട്ടുള്ള മെഡിസിൻസ്, ഫോളോ അപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഡിസ്ചാർജ് സമ്മറിയിൽ വന്നേ. എന്നാൽ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്ത് പോരൂല്ലേ, അതിനു മുന്നേ തന്നെ ആ നേഴ്സ് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ രേഖകളും മരുന്നുകളും അതുപോലെ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ്, ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്, ക്ലിയർ ആണ്, എല്ലാ മെഡിസിൻസ് കൊടുത്തു, എല്ലാ നിർദ്ദേശങ്ങളും പറഞ്ഞു, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് സൈൻ ചെയ്യുക, പേഷ്യൻസിനെ അല്ലെങ്കിൽ ഫാമിലിനെ കൊണ്ട് സൈൻ ചെയ്യുന്നു. അതാണ്. അപ്പൊ അത് ഇപ്പൊ ചെക്ക് ലിസ്റ്റില് എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് എല്ലാം കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തു. അത് ഒരു സേഫ്റ്റി ഇതും കൂടിയാട്ടോ, സേഫ് ഗാർഡ് ചെയ്യാനാണ്, പേഷ്യൻസിന്റെ ഒരു സേഫ്റ്റിക്കും കൂടി വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അത് ആ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് പേഷ്യന്റിനെ അല്ലെങ്കിൽ ഫാമിലിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയും വേണം. ആ ഫസ്റ്റ് സെന്റൻസ് ചെക്ക് ലിസ്റ്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. നേഴ്സസിനാണ് ആ ഉത്തരവാദിത്തം. ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നേഴ്സിനാണ്. ഇനി അടുത്ത 9ാമത്തെ പോയിന്റ് നോക്കിയേ. പേഷ്യൻസ് who requested discharge against medical advice shall be explained the risk and informed consent policy. അതായത് നമ്മളിപ്പോ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആ പോളിസിയില് നമുക്ക് എന്താ പറയാ, അതിന്റെ റിസ്കുകള് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കാം, ഇന്ന അപകടങ്ങൾ വരാം, അതിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നു, ഇനി അത് കംപ്ലീറ്റ് ആക്കിയല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ഒരു എഫക്റ്റ്, ആഫ്റ്റർ എഫക്ട്സ് പോലെ അതെന്താണ്, അല്ലെങ്കിൽ അതിന്റെ റിസ്ക് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഓക്കെ. മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് പേഷ്യൻസ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇനി അപ്പൊ പകുതി വെച്ച ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴാണല്ലേ, പകുതിക്ക് വെച്ചിട്ടാണ്. അപ്പൊ ഇനി അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, ഇപ്പൊ അങ്ങനെ പോയ ഇനി എന്തൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ദൂഷ്യം എന്നുള്ളതൊക്കെ എന്താണ് അറിയിക്കണം, അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇനി the patient who leave, 10th point കേട്ടോ, the patient who leave hospital against medical advice are to be explained on the consequence of LAMA.
and signature to be obtained in llama form in patient record. ഇനി നമ്മൾ പറഞ്ഞില്ലേ, അതായത് ലീവ് എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ഇപ്പൊ നമ്മള് എന്താണ് ഹോസ്പിറ്റലില് മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുവാണെങ്കിൽ എന്ത് ചെയ്യണം? കോൺസിക്വൻസ് അത് വിശദമായിട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ലാമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലീവ് എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതിനെതിരെ പോകുവാണെങ്കിൽ, ലീവ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. അവിടെ ഉണ്ട് ലീവ് എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് ലാമ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് പോകുകയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണ്, ഫലങ്ങൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ അതൊരു ലാമ ഫോം ഉണ്ട്. ഇങ്ങനെ പോകുന്ന പേഷ്യൻസെ വെറുതെ അങ്ങനെ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടൂല, ലാമ ഫോം ഉണ്ട്. അതില് എന്ത് ചെയ്യണം? സൈൻ ചെയ്യിക്കുകയും വേണം. എന്നിട്ട് ഇൻപേഷ്യന്റ് റെക്കോർഡില് അത് എന്ത് ചെയ്യണം? ഇൻപേഷ്യന്റ് റെക്കോർഡില് അത് ഫയൽ ചെയ്യുകയും ചെയ്യണം. അതായത് ലാമ ഫോമില് അവരെ കൊണ്ട് ഒപ്പിടിക്കണം, സൈൻ ചെയ്യിക്കണം. അത് വെറുതെ വിടാൻ പറ്റില്ല അവര്. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടാണ് വിടുന്നത് കേട്ടോ. ലീവ് എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ ലാമ ഫോമില് സൈൻ ചെയ്തിട്ട് വാങ്ങിയിട്ട് അത് ഇൻപേഷ്യന്റ് റെക്കോർഡിൽ സൂക്ഷിക്കണം എന്നാണ്. ലാമ എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ആ പോയിന്റിൽ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ലീവ് എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. 11ാമത്തെ പോയിന്റ് നോക്കിയേ, എ പേഷ്യന്റ് who comes to casualty. ഇനി കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന പേഷ്യൻസ്. അപ്പൊ ആരാ കാഷ്വാലിറ്റിയിലേക്ക് പെട്ടെന്ന് വരുന്ന ആരാ? എങ്ങനെയുള്ള പേഷ്യൻസ് വരുന്ന കാഷ്വാലിറ്റിയില്? എമർജൻസിക്ക് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാഷ്വാലിറ്റിയിലല്ലേ കൊണ്ടുവന്ന് കാണിക്കുന്നേ, അല്ലേ? എമർജൻസി പേഷ്യൻസ് ഒക്കെ. അപ്പൊ അങ്ങനെ ഉള്ള പേഷ്യൻസ് ഒക്കെ കാഷ്വാലിറ്റിയിൽ വരികയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ക്യൂ നിന്ന് ഡോക്ടറെ കണ്ടാൽ അങ്ങനെയുള്ള പ്രൊസീജിയർ അവിടെ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ പേഷ്യൻസ് കാഷ്വാലിറ്റിയിൽ, അതും ഒരു പോളിസിയാണ്. പേഷ്യൻസ് കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ടേക്ക് ദ ട്രീറ്റ്മെന്റ് ആൻഡ് ലീവ് ഹോസ്പിറ്റൽ വിത്ത് CMO. CMO എന്ന് പറഞ്ഞാൽ ചീഫ് മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസർ. CMOയുടെ കൺസെന്റ്, അവരുടെ സമ്മതം അത് മേടിച്ചിട്ട് എന്ത് ചെയ്യണം അറിയോ? OP കൺസൾട്ടേഷൻ ചെയ്യണം. കണ്ടോ? അതായത് കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസ് എമർജൻസി ആണ്. അപ്പൊ അവര് ഒരുപാട് നേരം ഒന്നും ക്യൂവിലൊന്നും നിൽക്കാൻ പറ്റില്ല, അല്ലെ? എമർജൻസി ആയിട്ട് വരുമ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കണം. വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണോ അല്ലോ എന്നൊക്കെ നോക്കി എമർജൻസി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? CMO ചീഫ് മെഡിക്കൽ ഓഫീസറുടെ ആ അനുമതിയോട് കൂടി തന്നെ OP കൺസൾട്ടേഷൻ ആയി കണ്ടിട്ട് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കണം എന്ന്. അല്ലാതെ എല്ലാവരും കൂടെ ഒപ്പം തന്നെ അവരെ നിർത്താനല്ലേ, അങ്ങനെ ആവരുത്. ഓക്കെ, ഇപ്പൊ CMOയുടെ സമ്മതത്തോടു കൂടി, അവരുടെ അനുമതിയോട് കൂടി OPയില് കൺസൾട്ടേഷൻ ചെയ്തിട്ട് അവരെ അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം എന്ന്. 12ാമത് നോക്കിയേ, the hospital administration makes sure that every hospital has an organized discharge planning. എല്ലാ ഹോസ്പിറ്റലിനും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ട് എന്ന് എല്ലാ ഹോസ്പിറ്റലും എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. The hospital administration must make sure, എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. Sure that every hospital has an organized ഡിസ്ചാർജ് പ്ലാനിങ്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ട്, എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ആൻഡ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്തിനു വേണ്ടിയാ? പേഷ്യൻസിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട്. നല്ലൊരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ആ പ്രൊസീജിയർ കഴിയുകയും ചെയ്യും, കൃത്യമാവുകയും ചെയ്യും. അപ്പോ പേഷ്യൻസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്, അവര് സംതൃപ്തരാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കണേ? ദാറ്റ് ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സംതൃപ്തി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു സംഘടിതമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്രോസസ് പ്ലാനിങ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആണോ നോക്കി? 8ാമത്തെ മുതൽ 12ാമത്തെ പോയിന്റ്സ് വരെ
ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നേഴ്സിനാണ്. ഡിസ്ചാർജ് സമ്മറിയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നേഴ്സ്. പിന്നെ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് എന്തെങ്കിലും പേഷ്യൻസിന്റെ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റിസ്കുകൾ എന്താണെന്നുള്ളത് അത് ഇൻഫോം ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ലീവ് എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതിനെതിരായിട്ട് പേഷ്യൻസ് പോവുകയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസ്, പരിണത ഫലങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ലാമ ഫോമില് സൈൻ ചെയ്തിട്ട് ഇൻ പേഷ്യന്റ് റെക്കോർഡിൽ അത് സൂക്ഷിക്കണം. ഇനി കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസ് അപ്പൊ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? എമർജൻസി ആണെങ്കിൽ വേഗം CMOയുടെ സമ്മതത്തോടു കൂടി തന്നെ OP-യിൽ കാണിച്ച് എന്താണ് അവർക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ പേഷ്യൻസിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒന്ന് വായിച്ചു നോക്കട്ടോ. ലാമയുടെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ലീവ് എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ 11ാമത്തെ പോയിന്റും ഒന്ന് നോട്ട് ചെയ്ത് അവിടെ CMOയുടെ സമ്മതത്തോടു കൂടി OP-യിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കും. അത് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് കേട്ടോ. ഓക്കെ അല്ലേ? പോയിന്റ്സ് ഓക്കെ ആണല്ലോ? 8th 9th 10th 11 12 ഓക്കെ ആണോ? സുചിത്രക്കുട്ടി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് മെസ്സേജ് ഇടുന്ന ആളാട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും കോൺവെക്കേഷന് വരുമ്പോ കാണണം കേട്ടോ. അപ്പൊ ഇങ്ങനെ എനിക്ക് അപ്പൊ പെട്ടെന്ന് ഓർത്തിരിക്കാലോ. ഏറ്റവും ആദ്യം ക്ലാസ്സിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എല്ലാ ക്ലാസ്സിലും അല്ലെ, ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സിലും തന്നെ ഉണ്ടാവാറുണ്ട് സുചിത്ര. യെസ്. ബാക്കിയുള്ളൊരു അനീന, ആദിത്യ, റബീന എല്ലാവരും ഇടാറുണ്ട്. റബീന, അഖില ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. എങ്കിലും ഞാനത് ജസ്റ്റ് പറഞ്ഞതാണ്. പറഞ്ഞപ്പോ തന്നെ ഒരു തമ്പ എനിക്ക് തരാറുണ്ട്. ഓക്കെ. നിങ്ങളുടെ പോർഷൻസ് ഒക്കെ ഇനിയുണ്ട്. പോർഷൻസ് ഒക്കെ നമ്മുടെ 3rd മൊഡ്യൂളില് ഇന്നിപ്പോ എനിക്ക് ഡിവൈഡ് ചെയ്തേക്കുന്ന പോർഷൻ 3rd മൊഡ്യൂളില് കഴിയും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മള് ഇനി 4th മൊഡ്യൂളിലേക്ക് പോകും. നോക്കട്ടെ ഈ പോർഷൻസ് ഇപ്പൊ അധികം ഉണ്ടാവില്ല. 4th മൊഡ്യൂളിലും കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. 3 ചാപ്റ്റർ എനിക്ക് തോന്നുന്നു 4th മൊഡ്യൂളിലും ഉണ്ട്. പിന്നെ അവിടെ പിന്നെ 15 മിസ് കയറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അധികം പോർഷൻസ് ഉണ്ടാവില്ല. നോക്കി നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കോൺവെക്കേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോഴേ തുടങ്ങി നിങ്ങളൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ നോക്കിക്കോളാം കേട്ടോ. K22 കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. അവര് മൂവിയൊക്കെ നല്ല ഡാൻസ് പെർഫോമൻസ് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പൊ നിങ്ങൾ കോൺവെക്കേഷന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ റെഡി ആക്കിക്കോട്ടോ. ഓക്കെ. ചെയ്യൂല്ലേ നിങ്ങള്? ചെയ്യും. ഓക്കെ. നേരത്തെയൊക്കെ റെഡി ആക്കി വെച്ചു. അല്ല ഞാനിപ്പോ സുചിത്രനെ കാണണമെന്ന് പറഞ്ഞപ്പോ അല്ല കോൺവെക്കേഷന് കാണാന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് ആണ്. എങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് പ്രോസസ് നടക്കണേ? ഹോസ്പിറ്റലില് ഒരു ഡിസ്ചാർജ് പ്രോസസ് എങ്ങനെ നടക്കണേ അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലല്ലേ ഇല്ലേ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ഡോക്ടർ വന്നു ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. അതെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കംഫർട്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തന്നെ ഞാനും കിടന്നിട്ടുണ്ട്, അഡ്മിറ്റ് ആയിട്ടുണ്ട് നമ്മൾ എന്തായാലും. അപ്പൊ അത് പോരുമ്പോ ചിലപ്പോ രാവിലെ ഡോക്ടർ വന്ന് അല്ലെ 10 മണി 10:30 ആകുമ്പോ ഡോക്ടർ വന്നിട്ട് ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോ ഒരു 5 മണി 5:30 അല്ലെ ആ സമയമൊക്കെ ആവും. എല്ലാ പ്രൊസീജിയറും ഒക്കെ
കംപ്ലീറ്റ് ചെയ്ത് പോരാനായിട്ട്. അപ്പൊ അതെന്ന് വെച്ചാൽ പെട്ടെന്ന് നടക്കണ ഒരു കാര്യമല്ല. ഇപ്പൊ പറഞ്ഞാല് ചിലപ്പോ ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി ഇതൊക്കെ അനുസരിച്ച് ഫാസ്റ്റ് ആകാം, ഫാസ്റ്റ് ആവില്ല എന്നല്ല, എന്നാലും കുറച്ച് ടൈം എടുക്കും അല്ലെ. ഡോക്ടർ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഡിസ്ചാർജ് തരില്ല, അല്ലെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതിന് എന്താണ് ഒരു പ്രോസസ് ഉണ്ട്, ഡിസ്ചാർജ് പ്രോസസ് ആണ് പറയുന്നത്. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. ജസ്റ്റ് നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ആദ്യം ഒരു ഡിസ്ചാർജ് പ്രോസസ്, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ എന്താ, ആദ്യം എന്താ സംഭവിക്കണേ, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്ചാർജ് തരും അല്ലെ. ഡോക്ടർ വരുമ്പോ ഡിസ്ചാർജ് ആണെന്ന് അവിടെ പറയൂലേ. ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഒരു നിർദ്ദേശം, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. രാവിലെ വന്ന് നോക്കിയിട്ടാണ് ഇന്ന് ഡിസ്ചാർജ് എന്ന് പറഞ്ഞത്, അവര് ആ ഫയലിൽ അവിടെ എഴുതി വെക്കൂലേ അല്ലെ. ഡോക്ടർ നേഴ്സും ഒക്കെ വരുമ്പോ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞ് അത് അതിനകത്ത് അവരപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കും, ഡിസ്ചാർജ് ആണ് അല്ലെ. അപ്പൊ അതാണ് ഒന്നാമത്തെ, റിട്ടേൺ ഓർഡർ ബൈ ദ ഡോക്ടർ. ഡോക്ടറാ പറയണേ, ഡോക്ടറാണ് പറയുന്നത് ഡിസ്ചാർജ് ആണെന്നുള്ളത്. അപ്പൊ റിട്ടേൺ ഓർഡർ ആണ്, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ഓർഡർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. ഇനി ഡോക്ടർ പറഞ്ഞിട്ടോ, ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് അറിയിക്കും. ഏതൊക്കെയാ, ഇപ്പൊ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക്, ഫാർമസി, ബില്ലിംഗ്, ഇങ്ങനെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഇന്ന പേഷ്യന്റ് ഡിസ്ചാർജ് ആണ് എന്നുള്ള വിവരം അറിയിക്കും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആ ഇൻഫർമേഷൻ അറിയിക്കും. ഇനി അടുത്തത് എന്താന്ന് നോക്കിയേ, റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. പേഷ്യൻസിന്റെ മെഡിസിൻസ് തിരികെ നൽകുന്നു എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ചിലപ്പോ ഉപയോഗിക്കാതെ ബാക്കി വരുന്ന മരുന്നുകൾ ഉണ്ടാവാം നമ്മുടെ കയ്യിൽ അല്ലെ. ഇപ്പൊ ഡോക്ടർ ചിലപ്പോ ഇനി വേറെ ആയിരിക്കും എഴുതി തരുന്നത്. അപ്പൊ ഇത്രയും നാളും നമ്മൾ കഴിച്ചത് ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബാക്കി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചിലപ്പോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണെങ്കിൽ അത് വേണ്ട, വേറെ എഴുതാന്ന് പറഞ്ഞ് വേറെ തന്നെയാണെങ്കിൽ അപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കി മെഡിസിൻസ് ഉണ്ടാവാറില്ലേ അല്ലെ. മെഡിസിൻസ് റിട്ടേൺ കൊടുക്കാറില്ലേ ഫാർമസിയില് അല്ലെ, നമ്മൾ പോരുമ്പോഴ്. അപ്പൊ ഡിസ്ചാർജ് ആയി ഇനിയിപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ബില്ലും ഇതും ഒക്കെ കൂടി നമുക്ക് ഫാർമസിയിലേക്ക് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരത് റിട്ടേൺ എടുക്കും. ആ മെഡിസിൻസ് പൊട്ടിക്കാത്തത് അത് തിരിച്ചെടുത്തിട്ട് അതിന്റെ ക്യാഷ് നമുക്ക് അവിടെ കുറച്ച് തരും അല്ലെ. അതായത് ബാക്കി വന്ന നമ്മുടെ പേഷ്യൻസ് ഉപയോഗിക്കാതെ അവിടെ ബാക്കി വന്നിട്ടുള്ള മരുന്നുകളില്ലേ, അത് ഫാർമസിയിലേക്ക് തിരികെ കൊടുക്കും. അതൊരു ഓർഡർ ആക്കി വെക്കണം കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഡോക്ടർ ഇൻസ്ട്രക്ഷൻ തന്നു, ഡിസ്ചാർജ് പറഞ്ഞു, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അത് അറിയിച്ചു, നഴ്സിംഗ് സ്റ്റേഷനിലേക്ക്, ഫാർമസിയിലേക്ക്, ബില്ലിംഗ്, ഇങ്ങനെയുള്ള മറ്റ് സെക്ഷനിലേക്ക്, ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അടുത്ത പ്രൊസീജിയർ എന്താ, റിട്ടേണിംഗ് അല്ലെ. റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻ. ഫാർമസിയിൽ നമ്മൾ ഉപയോഗിക്കാതെ മരുന്നുണ്ടെങ്കിൽ അത് അവര് റിട്ടേൺ ചെയ്യും അല്ലെ, നമുക്ക് അതിന്റെ റീഫണ്ട് തരും, അത് റിട്ടേണിംഗ് ചെയ്യും. ഇനി എന്താണ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബില്ലുകളും പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ. അതുപോലെ തന്നെ ആ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയും ചെയ്യുന്നു. ആ പ്രോസസ്സിംഗ് നടത്തുക ചെയ്യുന്നത്, പ്രോസസ്സിംഗ് നടത്തും. പിന്നെ എന്താണ്, ആ ബില്ലിങ്ങിന്റെ ഇതായി കഴിഞ്ഞാൽ പിന്നെ പൈസ അടയ്ക്കണം അല്ലെ. അപ്പൊ അടുത്തത് ഏതാണ്, ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്. ഏതാണ് പേയ്മെന്റിന്റെ മോഡ്, രീതി ഏതാണ്, ക്യാഷ് ആയിട്ടാണോ ഓർ ഇൻഷുറൻസ്. ഇനി ചിലർക്ക് ഇൻഷുറൻസ് ഉണ്ടാവാം, ക്യാഷ്ലെസ് ഉണ്ടാവാം അല്ലെ. ഇൻഷുറൻസ് കാര്യങ്ങള് ഇപ്പൊ ക്യാഷ്ലെസ് ആണെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ട നമുക്ക് പോരുമ്പോൾ. അപ്പൊ ഇൻഷുറൻസ് ആണെങ്കിൽ അത് അറിയിക്കണം, അല്ലെങ്കിൽ അതിന്റെ കാര്യം ഡീറ്റെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബില്ല് കാര്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അടുത്തത് പൈസ അടയ്ക്കുന്നതാണ്. അപ്പോ എന്താണ് അടുത്തത്, ചെക്ക് ദ മോഡ് ഓഫ് പേയ്മെന്റ്. ഏത് രീതിയാണ് പേയ്മെന്റ്, ഏതാണ്, ക്യാഷ് ആയിട്ടാണോ ഓർ ഇൻഷുറൻസ് ആണോ. ഇനി അടുത്തത് എന്താണ്, ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ എന്താണ്, അവിടെ കുറച്ച് ഇൻഷുറൻസ് കാര്യങ്ങളാണ്, ഈ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കണമല്ലോ അവിടെ.
വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഇനി വെരിഫിക്കേഷൻ നടത്തുക ചെയ്താൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയാണ് എന്നൊക്കെ ഉറപ്പുവരുത്തുന്നു. ആ പോളിസിയുടെ നമ്പർ അല്ലെ, ഏത് ഇൻഷുറൻസ് ആണ്, അതിന്റെ ഡീറ്റെയിൽസ്, ഫോമിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ലൊക്കെ ചെയ്ത് അവിടെ കൊടുക്കണം. അപ്പൊ അത് വെരിഫിക്കേഷൻ ആണ് അടുത്തത്. ഇൻഷുറൻസ് പൈസ അല്ല, നമുക്ക് ഇൻഷുറൻസ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ, വെരിഫിക്കേഷൻ ആണത്. വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അതെന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയാണെന്ന് വെരിഫൈ ചെയ്യുന്നു. ഇനി അടുത്ത് എന്താണ് നോക്കിയേ, ഇൻഫോം വാർഡ്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യൻസ്. കണ്ടോ, വാർഡിലേക്ക് അറിയിക്കുന്നു. ഇൻഫോം വാർഡ്, രോഗിയെ കൊണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് വാർഡുകളെ അറിയിക്കും. ബില്ല് ഒക്കെ ആയി, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആയി, അല്ലെങ്കിൽ ബില്ല് അടയ്ക്കാനായിട്ട് എന്ത് ചെയ്ത് ഇൻഫോം ചെയ്യും വാർഡിലേക്ക്. ഇൻഫോം നമ്മളോട് വന്ന് പറയൂലേ, ബില്ലായിട്ടുണ്ട് ക്യാഷ് അടച്ചോളാൻ പറയാറില്ലേ. അല്ലാതെ നമ്മൾ അപ്പൊ തുടങ്ങി ബില്ലിങ്ങിൽ പോയിരിക്കണ്ട. നമുക്ക് ബില്ലൊക്കെ അവര് പറയാ, ബില്ലാകുമ്പോ പറയാന്ന് പറയൂലേ, നേഴ്സുമാര് പറയൂലേ. എന്നിട്ട് ആ നേഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് നേഴ്സ് വന്ന് പറയൂട്ടോ, ക്യാഷ് അടച്ചോളൂ കേട്ടോ, നിങ്ങളുടെ ബില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബില്ല് ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ താഴെ പോയി ബില്ല് അടയ്ക്കുന്നത് അല്ലേ. ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോ അവര് വന്ന് പറയും നമുക്ക്. ഇനി അടുത്ത എന്താ, സെറ്റിൽമെന്റ് ഓഫ് ബില്ല്. നമ്മൾ ബില്ല് അവിടെ സെറ്റിൽ ചെയ്യാണ്. ഇനി അടുത്തത് എന്താ, കളക്ഷൻ ഓഫ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. അപ്പൊ ബില്ല് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ബില്ല് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് മരുന്നുകൾ കളക്ട് ചെയ്യുന്നു. കളക്ഷൻ ഓഫ് ഡിസ്ചാർജ് മെഡിക്കേഷൻ. എന്താ, ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോ ഡോക്ടറിന് കുറച്ച് മരുന്നുകളൊക്കെ കഴിക്കാൻ പറയില്ലേ. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കേണ്ട മരുന്നില്ലേ നമുക്ക്. ഡിസ്ചാർജ് ചെയ്ത് പോന്നതിന് ശേഷം വീട്ടില് കൊണ്ടുപോയി കഴിക്കേണ്ട മെഡിസിൻസ് എന്ത് ചെയ്യുന്നു, ഫാർമസിയിൽ മേടിക്കും. പിന്നെ ഇന്ന മരുന്നുകളോ ഇനി കഴിക്കണം എന്ന് പറഞ്ഞ് തരുമ്പോ ആ മെഡിസിൻസ് നമ്മൾ താഴെ ബില്ല് അടച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കത് ബില്ലൊക്കെ സെറ്റ് ചെയ്തു അത് ആ മെഡിസിൻസ് മേടിക്കും കേട്ടോ. അതായത് നമുക്ക് ഇനി കഴിക്കേണ്ട മെഡിസിൻസ് അതൊക്കെ എടുക്കും. കളക്ഷൻ ഇനി അടുത്ത് നോക്കിയേ, കളക്ഷൻ ഓഫ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. ഇനി ഫാർമസിയിൽ നിന്ന് അതൊക്കെ കളക്ട് ചെയ്യും, ബാക്കിയുള്ള മരുന്നുകൾ കളക്ട് ചെയ്യും. ഇനി അടുത്ത് എന്താ, എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ഇനി എന്ത് ചെയ്യുന്നു, മരുന്നുകൾ പറഞ്ഞു തരും അല്ലെ. ഇന്ന ടാബ്ലറ്റ്സ് ഇന്ന പോലെ കഴിക്കണം, ഇന്ന ഇത്ര നേരം കഴിക്കണം, ആഹാരത്തിന് മുൻപ് കഴിക്കണം എന്നൊക്കെ നെയ്സ് നമുക്ക് വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, എല്ലാം ഓക്കെ ആയിട്ട്. മെഡിക്കേഷൻ പ്രൊവൈഡ് ഡിസ്ചാർജ്, അതിനോടൊപ്പം തന്നെ നമുക്ക് ഡിസ്ചാർജ് സമ്മറിയും നമ്മുടെ കയ്യിൽ തരും. ഇനി എന്താ അടുത്തത്, അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണെങ്കിൽ എല്ലാ ആംബുലൻസോ അല്ലെങ്കിൽ മറ്റു വേറെ ഏതെങ്കിലും വെഹിക്കിൾസോ ഒക്കെ വേണം പേഷ്യൻസിന് വീട്ടിലേക്ക് കൊണ്ടുപോകാനാക്കി ആക്കിയിട്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരും. അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്, ആവശ്യമാണെങ്കിൽ. ഇനി അടുത്തത് എന്താ, ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് ദ പേഷ്യന്റ് ഫ്രം HIS. ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷൻ ആയില്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്താണ് പേഷ്യൻസിനെ റിമൂവ് ചെയ്യും, പേഷ്യൻസിന്റെ പേര് റിമൂവ് ചെയ്യും. അത് ഡിസ്ചാർജ് ആയി പോയി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴാണ് നെക്സ്റ്റ് പ്രൊസീജിയർ ഉള്ളൂ. ഡിസ്ചാർജ് സംബന്ധിച്ച രേഖകളൊക്കെ എന്തെങ്കിലും ഡോക്യുമെന്റ് ആകുന്നു, ഫയൽ ചെയ്യുന്നു. എന്നിട്ട് പേഷ്യൻസിനെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതിൽ നിന്ന് പേഷ്യൻസിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. അതാണ് ആ പ്രൊസീജിയർ. ഒന്ന് വായിക്കുന്നവരെ അത് നിങ്ങൾ ആ ഓർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് നമ്മുടെ മനസ്സിൽ വന്നാൽ മതി. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ആ രീതിയിലൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന് വായിച്ച് നിങ്ങളൊന്ന്. ഓക്കെ, ആ ഒരു ഓർഡറിൽ നിങ്ങളൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇനി അത് ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളെല്ലാവരും ഡിസ്ചാർജ് ചെയ്ത് പോകുന്നവരൊക്കെയാണ്. അപ്പൊ പ്രൊസീജിയർ നമുക്കറിയാം. ഡോക്ടർ വന്ന് ഡിസ്ചാർജ് പറയുന്നു, അപ്പം തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളത് അറിയിക്കുന്നു. പിന്നെ പേഷ്യൻസിന്റെ മരുന്നുകൾ റിട്ടേണിങ് തിരികെ കൊടുക്കുന്നു. ബാക്കിയുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ
പിന്നെ അടുത്തത് പ്രിപ്പറേഷൻ ബില്ലുകള് തയ്യാറാക്കുന്നു. പിന്നെ അടുത്തത് അവിടെ മോഡ് ഓഫ് പേയ്മെന്റ് എന്താണ്, ക്യാഷ് ആണ് ഇൻഷുറൻസ് ആണോ എന്നുള്ളത് നോക്കുന്നു. ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ വെരിഫിക്കേഷൻ നടത്തും, ഇൻഷുറൻസ് അത് വെരിഫിക്കേഷൻ നടത്തുന്നു. ഇനി ക്യാഷ് ആണെങ്കിൽ എന്താണ്, പൈസ അടയ്ക്കാൻ പറയും അല്ലെ, ഇൻഫോം വാർഡിലേക്ക് പൈസ അടയ്ക്കാൻ പറയുന്നു. പിന്നെ നമ്മൾ വേഗം പോയി ബില്ല് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് മെഡിസിൻസ് ഒക്കെ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ പോയിട്ട് കഴിക്കണ്ടേ, അപ്പൊ ആ മെഡിസിൻസ് ഒക്കെ ഫാർമസിയിൽ നിന്ന് അത് കളക്ട് ചെയ്യുന്നു. പിന്നെ അടുത്തത് എന്ത് ചെയ്യുന്നു, മെഡിക്കേഷൻസ്, നേഴ്സ് മെഡിക്കേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്, മരുന്നുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. ഡിസ്ചാർജ് സമ്മറി എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അടുത്തത് ഡിസ്ചാർജ് സമ്മറി നമ്മുടെ കയ്യിൽ തന്നാ പിന്നെ അടുത്ത വീട്ടിൽ പോകണം അല്ലെ നമുക്ക്. അപ്പൊ എന്താണ് ട്രാൻസ്പോർട്ടേഷന്റെ ഫെസിലിറ്റി അത് ആവശ്യമാണെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എന്താണ്, ഡിസ്ചാർജ് അത് ഫയൽ ചെയ്യുന്നു, ഡോക്യുമെന്റേഷൻ ചെയ്യുന്നു. ഡിസ്ചാർജ് ആയി എന്നുള്ളത് ഫയൽ ചെയ്യുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ റിമൂവ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്ലോ ചാർട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെയാണ്. ഓക്കെ, ഇന്ന് പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് അപ്പൊ മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഇതിന്ന് 5 നിങ്ങൾക്ക് ഏകദേശം അറിയാം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേന്നുള്ളത്. പിന്നെ അടുത്തതാണ് ഡിസ്ചാർജ് സമ്മറി. വാട്ട് ഈസ് എ ഡിസ്ചാർജ് സമ്മറി? എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് തന്നതാണ് അല്ലെ. ഇനി നമുക്ക് എന്തെങ്കിലും റെഫറലിന് വേണ്ടിയിട്ടോ അത് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലണമെങ്കിൽ ആ സമ്മറി, ഡിസ്ചാർജ് സമ്മറി വേണം. അപ്പൊ ഡോക്ടറിന് അറിയണം എന്തായിരുന്നു, എന്ത് മെഡിസിൻസ് ആണ് കഴിക്കുന്നത്, അത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്, എന്താണ് ഡിസീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവും. അപ്പൊ എന്താ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്? ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട്, ചികിത്സാപരമായ സംബന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആരാ തയ്യാറാക്കുന്നത്? പ്രിപ്പയർഡ് ബൈ എ ഹെൽത്ത് പ്രൊഫഷണൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ആ സെന്റൻസ്. എ ഡിസ്ചാർജ് സമ്മറി ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ എ ഹെൽത്ത് പ്രൊഫഷണൽ. ഹെൽത്ത് പ്രൊഫഷണൽസ് തയ്യാറാക്കുന്ന ക്ലിനിക്കൽ റിപ്പോർട്ട്, അതാണ് ഡിസ്ചാർജ് സമ്മറി. എങ്ങനെയാ? അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് എ ഹോസ്പിറ്റൽ സ്റ്റേ. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എന്താ പറയാ, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരികെ പോകുമ്പോഴാണ് നമുക്ക് തന്നെ അല്ലേ. ഹോസ്പിറ്റലിൽ ഇൻപേഷ്യന്റ് ആയി കിടക്കുമ്പോ തന്നതല്ല, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇത് കൺക്ലൂഷൻ അവസാനിപ്പിച്ച്, ഹോസ്പിറ്റലിലെ സ്റ്റേ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഹെൽത്ത് പ്രൊഫഷണൽസ് തയ്യാറാക്കുന്ന അല്ലെ ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്, പേഷ്യൻസ് തരാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണോട്ടോ അതിനകത്ത്. അപ്പൊ ആരാ പ്രിപ്പയർ ചെയ്യണമെന്നും ചോദിക്കാം. ഹെൽത്ത് പ്രൊഫഷണൽസ് അത് പ്രിപ്പയർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓഫൺ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്താ, ഒരു മോഡാണ്, കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രാഥമിക രീതിയാണ്. ആരൊക്കെ തമ്മില്? ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. ആഫ്റ്റർ കെയർ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഹോം കെയർ ടീം ഒക്കെ ഇല്ലേ, അപ്പൊ അവരും ഹോസ്പിറ്റലിലെ കെയർ ടീമും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു മോഡാണ് ഏതെന്ന് പറയുന്നത് ഈ ഡിസ്ചാർജ് സമ്മറി. ഇപ്പൊ നമ്മുടെ ഡോക്ടർ ഉണ്ടാവല്ലോ അല്ലെ, നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ടാവില്ലേ നമ്മുടെ അപ്പൊ ഇപ്പൊ അല്ലെങ്കിൽ നമുക്കിപ്പോ വേറെ ഡോക്ടറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ കാണിക്കുന്നെങ്കിൽ എന്താ, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഡിസ്ചാർജിനെയൊക്കെ വിട്ട് കഴിഞ്ഞ് കുറച്ച് മരുന്ന് തന്ന എന്തായിരുന്നു അസുഖം, എന്ത് ട്രീറ്റ്മെന്റ് ആണ്, ഏത് ഡോക്ടറാണ് നോക്കിയത്, ഡയഗ്നോസിസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റൂല, ഇന്നയാളെ അറിയിക്കാൻ പറ്റൂല. നമ്മുടെ എല്ലാവരുടെയും ഹോം കെയർ ടീം എന്ന് പറയില്ലേ, അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഫാമിലി ഡോക്ടർ അല്ലെ, ഫാമിലി ഡോക്ടറൊക്കെ ആണെങ്കിലും നമ്മൾ നോക്കണേ. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോ ആ ഡോക്ടറിന് അറിയണ്ടേ എന്തൊക്കെ ആണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനും കൂടിയാണ്, അതിനുള്ള ഒരു വീഡിയോ കൂടിയാണ് ആ ഡിസ്ചാർജ് സമ്മറി എന്നാ പറഞ്ഞേക്കണേ കേട്ടോ. ഇറ്റ് ഈസ് ഓഫൺ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രാഥമിക രീതിയാണ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മില്? ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. ഹോസ്പിറ്റലിലെ ആ കെയർ ടീമും ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സിന്റെ ഫാമിലി ഡോക്ടറൊക്കെ പോലെ അല്ലെങ്കിൽ ഹോം കെയർ ടീമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുള്ള ഒരു മീഡിയ കൂടിയാണ് ഡിസ്ചാർജ് സമ്മറി.
ഇനി അടുത്തത് തന്നേക്കുന്നത് ദ ഡിസ്ചാർജ് സമ്മറി ഷാൽ ഇൻക്ലൂഡ്. ഇത് നോട്ട് ചെയ്തോളാം കേട്ടോ. ഒരു ഡിസ്ചാർജ് സമ്മറിയില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, എന്തൊക്കെ ഉണ്ടാകാം ആ ഡിസ്ചാർജ് സമ്മറിയില്, എന്തൊക്കെ ഉണ്ടാകാം? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടില്ലേ? ഒരു കാർഡാക്കി അവര് തരും പോരുമ്പോ. എന്തൊക്കെ കാര്യങ്ങൾ ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവുക? ദ റീസൺ ഫോർ അഡ്മിഷൻ. ഇവരെ അഡ്മിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് അല്ലെ? അതായത് എന്താ രോഗം, എന്ത് റീസൺ ആണ് അഡ്മിഷൻ ആക്കിയത്, അഡ്മിറ്റ് ആക്കിയത്. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്, അവരുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാ, ഡയഗ്നോസിസ് എന്തൊക്കെയാണ് രോഗനിർണയങ്ങള്, ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിലും അതിനകത്ത് ഉണ്ടാകും. ഇതില് ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാകും. എന്തൊക്കെയുള്ളത്, എന്തിനൊക്കെയുള്ള റീസൺസ് ആ അഡ്മിറ്റ് ആവാനുള്ള റീസൺ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്, പിന്നെ എന്തൊക്കെയാണ് ഡയഗ്നോസിസ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഡിസ്ചാർജ് സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാക്കാം, ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാക്കാം. പിന്നെ രണ്ടാമത്തെ നോക്കിയേ, ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട്. എന്താ ഇൻവെസ്റ്റിഗേഷൻ, എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻവെസ്റ്റിഗേഷൻ എന്താണ് അതിന്റെ റിസൾട്ട്, ഇതിന്റെ ലബോറട്ടറിയിലെ റിസൾട്ട് എന്താണ്, അതും ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാക്കാം. പിന്നെ നോക്കിയ മൂന്നാമത്തെ, ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ദ പ്രൊസീജിയർ ഡൺ ഇഫ് എനി. എന്തൊക്കെ മരുന്നുകളാണ് അവർക്ക് കൊടുത്തത്, എന്തൊക്കെ പ്രൊസീജിയർ ആണ് ചെയ്തത് അല്ലെ, ഏതൊക്കെ പ്രൊസീജിയർ ആണ് ചെയ്തത്, എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് കൊടുത്തത്, അതും സമ്മറിയിൽ ഉണ്ടാക്കാം. പിന്നെ അടുത്തത് ഫോളോ അഡ്വൈസ്. ഇനി ഫോളോ അപ്പ്, ഇനി നമ്മൾ തുടർന്ന് കഴിക്കേണ്ട മരുന്ന് എന്താണ് അല്ലെ എന്നുള്ള കാര്യമൊക്കെ ഉണ്ടാക്കാം. അടുത്തതാണ് മെഡിക്കേഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻ, മരുന്നുകളും മറ്റുള്ള നിർദ്ദേശങ്ങളും. ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. മെഡിസിൻസിനും നിർദ്ദേശങ്ങൾക്കും ഒപ്പം തന്നെ ഒരു അർജന്റ് കെയർ എങ്ങനെ നേടാം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്താണ് ഉള്ള കാര്യങ്ങൾ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തണം. മെഡിക്കേഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻ, മരുന്നുകളും ഉണ്ടാവും മറ്റു നിർദ്ദേശങ്ങളും. ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ, അർജന്റ് കെയർ എങ്ങനെ നേടാം ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിൽ അത് എങ്ങനെ നമുക്ക് ഒരു അർജന്റ് കെയർ നേടാം എന്നുള്ളതും, അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, അതുപോലെ മറ്റുള്ള നിർദ്ദേശങ്ങളും ഒക്കെ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാകാം. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. 5 പോയിന്റ്സ്. എന്താണ് ഡിസ്ചാർജ് സമ്മറി, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ഡിസ്ചാർജ് അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഡിസ്ചാർജ് സമ്മറി ഷാൽ ഇൻക്ലൂഡ് ഡാഷ്, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടും. ആ ചാപ്റ്റർ തീർന്നു. എളുപ്പമാണല്ലേ, പെട്ടെന്ന് തീർന്നില്ലേ, 2 ക്ലാസ് കൊണ്ട് തീർന്നു. സിമ്പിൾ ആണ്. അത് തന്നെയാണ് ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചത്. വെച്ചറമായിരുന്നു അല്ലേ, നമുക്ക് എത്ര ക്ലാസ് കൊണ്ട് നമുക്ക് തീർന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എളുപ്പം അല്ലെ, പെട്ടെന്ന് ക്ലാസ് ഓരോ ചാപ്റ്റർ തീരുവാണെങ്കിലും നമുക്ക് അത്രയും ബോറിംഗ് ഉണ്ടാവില്ല. ആ ചാപ്റ്ററിന്റെ ആ സെക്ഷൻ അങ്ങ് കഴിഞ്ഞല്ലോ. ഇനി അപ്പൊ നമ്മുടെ 3rd മൊഡ്യൂളിലെ നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോണത് നമ്മുടെ 4th മൊഡ്യൂളിലാണ് കേട്ടോ. 4th മൊഡ്യൂളിലേക്കാണ്. മറ്റുള്ള ടീച്ചേഴ്സ് എത്തിയോന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും 3rd കംപ്ലീറ്റ് ആയോന്നും അറിയില്ല. നമ്മൾ എന്തായാലും 4th പോകുകയാണ്. ഇനി അത് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും എന്താ ലാസ്റ്റ് ഇതുപോലെ തീരാനുണ്ടെങ്കിൽ നമുക്ക് അന്നേരം 10 മൊഡ്യൂളിൽ ഏതെങ്കിലും എക്സ്ട്രാ എടുക്കണമെങ്കിൽ എടുക്കാം. ഓൾമോസ്റ്റ് എനിക്ക് തന്നേക്കുന്ന ചാപ്റ്റർ 3rd മൊഡ്യൂളിൽ തീർന്നു. മറ്റുള്ള ടീച്ചേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് മിസ് മാത്രം 4th അങ്ങനെ കയറുകയാണ്. വേറെ ആർക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്തോ?
അശ്വതി മിസ്സിന്റെ 4th സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് 4th മൊഡ്യൂളിൽ എടുക്കാൻ പോണ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ പിള്ളേരെ? ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ട്? ഓക്കെ. ഏത് ഇൻഷുറൻസ് ഒക്കെ എടുത്തേക്കണേ പറഞ്ഞേ. ഒരു 5 മിനിറ്റ് ഉള്ളു നമുക്ക്. സ്റ്റാർട്ട് ചെയ്തിടാനേ പറ്റൂ. മെഡിക്കൽ ഇൻഷുറൻസ് 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 4th മൊഡ്യൂളിലെ 1ാമത്തെ ചാപ്റ്റർ. അയ്യോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് ആണോ? ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് മാത്രമുള്ള വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് ഒക്കെ എടുത്തേക്കണവരുണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. പ്രവീൺ അവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന്. ഓക്കെ, ഓൾമോസ്റ്റ് മിക്കവരും ഒക്കെ എന്തായാലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. എന്തായാലും ഇൻഷുറൻസ് എടുക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ പ്രസന്റ്. പ്രത്യേകിച്ച് നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് അല്ലെ എന്തൊക്കെ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറ്റുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലെ പൈസ ഫുൾ എമൗണ്ട് എടുക്കാനുണ്ടാവണമെന്നില്ല അല്ലെ. പെട്ടെന്ന് ഒരു കേസ് തോന്നുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇന്ന ദിവസം ഒരു സർജറി പ്ലാൻ ചെയ്താണ്, നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ആ കാശ് കയ്യിൽ കരുതും. എന്നാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഒരു രോഗം വന്നു, എന്തെങ്കിലും അപകടം പറ്റി നമുക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ ക്യാഷ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിടുകയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കടെ ആ ക്യാഷ് ഇൻഷുറൻസ് കമ്പനികൾ അത് അക്കൗണ്ട് ചെയ്തോളും. നമുക്ക് പ്രശ്നമില്ല. നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്ലെ, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കാം. അത് മിക്ക ഇന്ന ഹോസ്പിറ്റലുകൾക്കൊക്കെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഉണ്ടാകും. എങ്കിലും അതിന്റെ കവറേജിൽ വന്ന കാര്യങ്ങള് കുറച്ച് ഇതൊക്കെ നമുക്ക് എത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെ പോളിസികൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം അവര് കവറേജ് നൽകുന്നുണ്ട് അല്ലെ, ഏതൊക്കെ എന്താണ് നമുക്ക് ക്ലെയിമുകള്, ഇൻഷുറർ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഇൻഷേർഡ് എന്ന കുറച്ച് പുതിയ വേർഡ്സുകളും നമുക്ക് ഇതിനകത്ത് പഠിക്കാറുണ്ട് ഈ ചാപ്റ്ററിൽ കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോ ജസ്റ്റ് 2-3 മിനിറ്റ് ഉള്ളൂ, ഞാൻ തുടങ്ങുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നെക്സ്റ്റ് മൺഡേ അല്ലേ നമുക്ക് വരുന്നേ, അന്നേരം നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഇൻഷുറൻസ് ഇപ്പൊ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. എത്രയാണ് നിങ്ങൾക്ക് അതിന് ഇത് വരുന്നത്? നമുക്ക് പ്രീമിയം എത്രയാ വരുന്നത് നിങ്ങൾക്ക്? എത്ര രൂപയാണ് പ്രീമിയം എമൗണ്ട് അടയ്ക്കേണ്ട വരിക? പല പ്ലാനുകൾ ഉണ്ടല്ലോ, ഇപ്പൊ പല ഇതിനകത്തും. അപ്പൊ എടുത്തോൾക്കണവരൊന്ന് മെസ്സേജ് ചെയ്യോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറൽ ഒന്ന് നോക്കാം. ഏത് ഇൻഷുറൻസ് ആണ് എടുത്തേക്കണേ? എത്ര രൂപ പ്രീമിയം എമൗണ്ട് വരുന്നുണ്ട്? എന്താണ് ആരും ഒന്ന് മെസ്സേജ് ഇടാത്തെ? ഏത് ഇൻഷുറൻസ് ആണ്? ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. നിങ്ങൾ എത്ര രൂപയാണ് അവിടെ അടയ്ക്കണത് പ്രീമിയം ആയിട്ട്? 2000 രൂപ മന്ത്ലി അല്ലേ? ആണ്. എത്ര ലക്ഷം രൂപയുടെയാണ് ഇൻഷുറൻസ്? അശ്വിനി ആട്ടോ മെസ്സേജ് അയക്കുന്നത്. നമുക്ക് ഓരോ ഇതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. മന്ത്ലി 2000 ആണ്. എത്ര ലക്ഷം രൂപയുടെ വരെയും കവറേജ് പറയണ്ടവര്? 2 ലാഖിനാണ് അല്ലെ? 2 ലക്ഷം. ഏത് ഇൻഷുറൻസാ അശ്വിനി എടുത്തേക്കണേ? 2 ലക്ഷം രൂപ വരെ അശ്വിനിക്ക് അല്ലെ ആ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടും. മന്ത്ലി 2000 രൂപയാണ് അടയ്ക്കുന്നത്. പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത് 2000 രൂപയെന്ന് പറഞ്ഞ്. സ്റ്റാർ ഹെൽത്ത് ആണോ? ഓക്കെ, സ്റ്റാർ ഹെൽത്ത് ആണ്.
ഓക്കെ ഓക്കെ. അപ്പൊ അത് പല ഇതിനും ഉണ്ടാവും. ഇനി വേറെ ആരെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പല ഇൻഷുറൻസ് എങ്ങനെയാണ്, എമൗണ്ട് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞല്ലോ, വേറെ ആരോ ഇതാ വന്നേക്കുന്നേ. ഓക്കെ, എന്തായാലും അശ്വിനി പറഞ്ഞത്, അശ്വിനി സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ഇതാണ് എടുത്തേക്കുന്നത്. അതിന് 2 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും മന്ത്ലി. 2 lakh അല്ല 10 lakh ആണ് ഇയർലി. ഓക്കെ ഓക്കെ, 10 lakh ആണെന്നാ പറഞ്ഞേട്ടോ. 10 ലക്ഷം രൂപ വരെയും കിട്ടാം അല്ലേ? ഞാൻ 2 lakh എന്നാ കേട്ടോ. 2 വർഷത്തേക്ക് ഇങ്ങനെയാണോ? ഓക്കെ, എന്തായാലും നമുക്ക് ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കത് പറഞ്ഞു വരുമ്പോ നിങ്ങൾ അതിന്റെ ഒപ്പം പോകും. അത് ആദ്യമായിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ടേംസുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം, ക്ലൈം, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ട് കുറച്ച് ടേംസ് ആദ്യം പഠിക്കാം. എന്നിട്ട് നമുക്ക് ആ പോർഷൻസിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾ എത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് കിട്ടിയപ്പോ ജനറൽ ആയിട്ടൊന്ന് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് മൺഡേ നോക്കാം. ഓക്കെ, താങ്ക് യു.